ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന രാമചന്ദ്രൻ പിള്ളയ്ക്കും സരസ്വതി അമ്മയ്ക്കും 2 മക്കളാണ്. മൂത്തയാൾ വർഷ ഡിഗ്രി കഴിഞ്ഞു. രണ്ടാമത്തെയാൾ ഹർഷൻ +2-ൽ പഠിക്കുന്നു. വർഷ അവളുടെ കൂട്ടുകാരിയുടെ ഏട്ടൻ വിനേഷുമായി പ്രണയത്തിലാണ്. അവൻ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഈ വിവരം മനസ്സിലാക്കിയ വർഷയുടെ അച്ഛൻ അവളെ തുടർന്ന് പഠിക്കാൻ അയക്കാതെ കല്യാണം കഴിപ്പിച്ചു വിടാൻ തീരുമാനിക്കുന്നു. വർഷ അവളുടെ ഇഷ്ടം അച്ഛനോട് തുറന്നു പറഞ്ഞ് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് അവളുടെ അച്ഛൻ തയ്യാറായില്ല. വിനീഷേട്ടനുമായി എൻ്റെ കല്യാണം നടത്താൻ അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, എനിക്ക് ഇനിയും പഠിക്കണം, ഒരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്ന് കാല് പിടിക്കും പോലെ അവൾ പറഞ്ഞു നോക്കി. എന്നാൽ മകൾ തനിക്ക് അപമാനമുണ്ടാക്കി വച്ചാലോ എന്നയാൾ ഭയന്നു. അതുകൊണ്ട് തന്നെ വർഷയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ അയാൾ തീരുമാനിച്ചു. ആ നാട്ടിലെ ഒരു കല്യാണ ബ്രോക്കർ വഴി ഒരു കല്യാണാലോചന വർഷയ്ക്ക് വന്നു. നല്ല ആൾക്കാരാണ്. ചെക്കൻ്റെ അച്ഛൻ വർഷങ്ങളായി ബിസിനസ് ചെയ്യുന്ന ആളാ. ശങ്കരൻ തമ്പി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ എല്ലാവർക്കും അറിയും. അത്രയ്ക്ക് നല്ല കുടുംബാണ്. 3 ആൺമക്കളാ ശങ്കരൻ തമ്പിക്ക്. മൂത്തയാൾ ശ്രീജിത്തിനാണ് പെണ്ണു നോക്കുന്നത്. ബിസിനസ് എല്ലാം നോക്കി നടത്തുന്നത് ശ്രീജിത്താണ്. മറ്റു മക്കൾ പഠിക്കുക. ശങ്കരൻ തമ്പിയുടെ ഭാര്യ പ്രഭാവതി വീട്ടമ്മയാണ്. വീട്ടുകാര്യങ്ങൾ നോക്കി കഴിയുന്നു, ബ്രോക്കർ പറഞ്ഞു. പറഞ്ഞു കേട്ടപ്പോൾ രാമചന്ദ്രൻ പിള്ളയ്ക്കും ഈ ബന്ധം ഇഷ്ടപ്പെട്ടു. വീട് കാണലും വിവാഹമുറപ്പിക്കലും വേഗത്തിൽ തന്നെ നടത്തി. എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ വർഷയ്ക്കും വിവാഹ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. തനിക്കിഷ്ടപ്പെട്ട ആളുമായി തൻ്റെ വിവാഹം നടന്നില്ല. എങ്കിലും ഭർത്താവായി തനിക്ക് അച്ഛൻ കണ്ടെത്തി തന്ന ആളെ നന്നായി സ്നേഹിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കണം എന്നവൾ തീരുമാനിച്ചു. തൻ്റെ കയ്യിലുള്ള സമ്പാദ്യമെല്ലാം ചെലവഴിച്ച് ആഭരണങ്ങളും സമ്മാനങ്ങളും നൽകി നല്ല രീതിയിൽ കല്യാണം നടത്താൻ അയാൾ തീരുമാനിച്ചു. കതിർ മണ്ഡപത്തിൽ അനുസരണയുള്ള മകളായി സന്തോഷത്തോടെ നിന്ന് എല്ലാ വിവാഹ ചടങ്ങുകളും പൂർത്തിയാക്കി. കല്യാണം കഴിഞ്ഞ് ശ്രീജിത്തിൻ്റെ വീട്ടിലെത്തിയ വർഷയ്ക്ക് ആശ്വാസമായി. വലിയ പണക്കാരാണെങ്കിലും ഇവരും സാധാരണക്കാരെ പോലെ തന്നെ, അവൾ ആശ്വസിച്ചു. കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി. എന്നാൽ ബിസിനസ് വളരുന്നതിനനുസരിച്ച് ശ്രീജിത്തിൻ്റെയും വീട്ടുകാരുടെയും മോഹങ്ങളും വളരുന്നത് വർഷ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. മോഹങ്ങൾ വളരുന്നതിനനുസരിച്ച് സ്വഭാവത്തിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ബിസിനസിൻ്റെ വളർച്ച തൻ്റെ മകൻ്റെ കഴിവ് മൂലമാണെന്ന് പ്രഭാവതി മനസ്സിലാക്കി. ഇത്രയും വലിയ ബിസിനസ്മാനായ തൻ്റെ മകന് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടിയത് ശരിയായില്ല. കുറച്ചുകൂടി സമ്പത്തുള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടുമായിരുന്നു എന്ന് പ്രഭാവതി ചിന്തിച്ചു. ശ്രീജിത്ത് വർഷയെ ഒഴിവാക്കി പണക്കാരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എന്ന് കരുതി പ്രഭാവതി വർഷയിൽ കുറ്റങ്ങൾ കണ്ടെത്തി തുടങ്ങി. വർഷയുടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ വരെ വളരെ വലുതായി കാട്ടി മകനെ പറഞ്ഞു ധരിപ്പിച്ച് ശ്രീജിത്ത് വർഷയുമായി വഴക്കുണ്ടാക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ പ്രഭാവതി ശ്രമം തുടങ്ങി. ആദ്യമൊന്നും ശ്രീജിത്ത് അത് അത്ര കാര്യമായി എടുത്തിരുന്നില്ലെങ്കിലും അമ്മയ്ക്ക് വർഷയോടുള്ള പരാതി പതിവായപ്പോൾ ശ്രീജിത്ത് അവളോട് ദേഷ്യപ്പെട്ടു തുടങ്ങി. ബിസിനസിൻ്റെ ടെൻഷനും അമ്മയ്ക്ക് വർഷയെക്കുറിച്ചുള്ള പരാതിയും കൂടി വരുന്നതിനനുസരിച്ച് ശ്രീജിത്തിന് വല്ലാതെ ദേഷ്യം കൂടുകയും വർഷയുമായി വഴക്കുണ്ടാക്കുക പതിവാവുകയും ചെയ്തു. അതവരുടെ കുടുംബജീവിതത്തെ വല്ലാതെ ബാധിക്കാൻ തുടങ്ങി. വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറി വഴക്കിനെ മറ്റൊരു രീതിയിലാക്കി തീർക്കാൻ പ്രഭാവതി ശ്രമിച്ചു. അതിനായി വർഷയുടെ വിദ്യാഭ്യാസവും സാമ്പത്തികവും മുൻനിർത്തി മകനിൽ വിഷം കുത്തിവെക്കാൻ തുടങ്ങി. ഈ നാട്ടിലെ ഇത്രയും വലിയ ബിസിനസ്മാനായ നിനക്ക് പറ്റിയ പെണ്ണല്ല വർഷ. നിന്റെ വിദ്യാഭ്യാസത്തിനും കഴിവിനും സാമ്പത്തികത്തിനും അനുസരിച്ച് ഇതിലും നല്ല പെണ്ണിനെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് ശ്രീജിത്തിൻ്റെ മനസ്സ് തിരിപ്പിക്കാൻ പ്രഭാവതി ശ്രമിച്ചു. വർഷയുടെ ചെറിയ തെറ്റുകൾ പോലും അവളുടെ കഴിവുകേടായി മാറ്റി ശ്രീജിത്തിന് വർഷയോടുള്ള വെറുപ്പുണ്ടാക്കിയെടുത്തു. ഒരു കുഞ്ഞുണ്ടായാൽ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനു മുൻപ് അവളെ ഒഴിവാക്കി നല്ല പണക്കാരിയായ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ശ്രീജിത്തിനോട് അമ്മ ഉപദേശിച്ചു. അമ്മയുടെ മോഹന വാക്കുകളിൽ മയങ്ങി ശ്രീജിത്ത് വർഷയോടുള്ള വഴക്ക് ദേഹോപദ്രവമാക്കി തുടങ്ങി. സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ വർഷ അവളുടെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ എല്ലാം സഹിച്ച് അവിടെ തന്നെ പിടിച്ചു നിൽക്ക്. ഒരു കുഞ്ഞുണ്ടായാൽ എല്ലാം ശരിയാവും, അല്ലാതെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും അവളെ ആശ്വസിപ്പിച്ചു. അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് എല്ലാം ഒരിക്കൽ ശരിയാവും എന്ന് വിചാരിച്ച് പിന്നെയും അവൾ അവിടെ തന്നെ പിടിച്ചു നിന്നു. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് വർഷ അവളുടെ റൂമിലേക്ക് വന്നു. ശ്രീജിത്ത് ഉറങ്ങിയെങ്കിൽ ശല്യം ചെയ്യേണ്ട എന്നു കരുതി പതുക്കെ ശ്രദ്ധിച്ച് വാതിൽ തുറന്ന്
അകത്തേക്ക് കയറിയപ്പോൾ ബാൽക്കണിയുടെ ഒരു മൂലയിൽ നിന്ന് ശ്രീജിത്ത് ഫോണിൽ വളരെ പതുക്കെ ആരോടോ സംസാരിക്കുന്നത് കേട്ടു. അവൻ്റെ സംസാരം ശ്രദ്ധിച്ച് അവൾ കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു. അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. അവൾ ഡോർ അടച്ച് കട്ടിലിനരികിലേക്ക് വന്നു. ശബ്ദം കേട്ടതും ശരി, ഒരുപാട് നേരായില്ലേ, നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ടാക്കി ശ്രീജിത്ത് ബെഡിൽ വന്ന് കിടന്നു. ആരായിരുന്നു ഫോണിൽ? വർഷ ചോദിച്ചു. അതിനവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൾ പിന്നെയും ചോദിച്ചു, ഇത്രയും പതുക്കെ ഇത്ര സ്നേഹത്തോടെ ശ്രീജിത്തേട്ടൻ ആരോടാ സംസാരിച്ചിരുന്നത്? പറയൂ. അത് കേട്ടതും ശ്രീജിത്ത് ദേഷ്യത്തോടെ അവളുടെ നേരെ ചെന്നു. എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നോ എന്ന് ചോദിച്ച് ശ്രീജിത്ത് വർഷയെ അടിച്ചു. ഇത്രയും നാളുകൾ എൻ്റെ ഭർത്താവല്ലേ എന്നു കരുതിയാ ഞാൻ എല്ലാം സഹിച്ചത്. എന്നാൽ ശ്രീജിത്തേട്ടൻ ഇപ്പോൾ ഇത്രയും സ്നേഹത്തോടെ ഇത്ര പതുക്കെ സംസാരിച്ചത് മറ്റൊരു പെണ്ണിനോടല്ലേ? എനിക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സഹിക്കണമെന്ന് ആര് പറയുന്നു? നീ ഇവിടെ നിൽക്കണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധമില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. നീ അത് ചോദ്യം ചെയ്യാൻ വരണ്ട. ഇറങ്ങിപ്പോയിവിടുന്ന് എന്ന് പറഞ്ഞ് ശ്രീജിത്ത് വർഷയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വാതിലിന് നേരെ തള്ളി. വർഷ വാതിലിൽ ചെന്നിടിച്ച് താഴേക്ക് വീണു. ദേഷ്യം തീരാതെ ശ്രീജിത്ത് പിന്നെയും വർഷയെ തല്ലി. അവൾ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ശക്തിയിൽ അവളുടെ ചെറുത്തുനിൽപ്പിന് ശക്തിയില്ലായിരുന്നു. ഒടുവിൽ ദേഷ്യം തീരാതെ അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അവരുടെ റൂമിനുള്ളിലുള്ള അടിയും വഴക്കുമെല്ലാം കേട്ട് ശ്രീജിത്തിൻ്റെ അച്ഛനും അമ്മയും അനിയന്മാരും തടയാൻ ശ്രമിക്കാതെ നോക്കി നിന്നു. താഴെ വീണ് കിടന്നിരുന്ന വർഷ അവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് കട്ടിലിൻ്റെ കാലിൻ്റെ അടുത്തായി കട്ടിലിലേക്ക് ചാരിയിരുന്ന് കാൽമുട്ടിൽ തലവെച്ച് ഒരുപാട് കരഞ്ഞു. കരഞ്ഞു തളർന്ന് എപ്പോഴോ അവൾ ഉറങ്ങി. രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ ശ്രീജിത്ത് രാത്രി റൂമിൽ വന്നിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നീട് പല രാത്രികളിലും അവൻ വീട്ടിൽ വരാതെയായി. ഒരു ദിവസം അവൾ അവളുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയും ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ലച്ചാ, ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വരട്ടെ. ഒരു ദിവസം പോലും വഴക്കുണ്ടാകാതിരിക്കുകയോ തല്ലാതിരിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാ ദിവസവും ഉപദ്രവിക്കും. ഉണ്ടായിരുന്ന സമ്പാദ്യമെല്ലാം ചെലവഴിച്ച് കല്യാണം നടത്തിയിട്ട് ഒരു വർഷമാകുമ്പോഴേക്കും നീ വീട്ടിൽ വന്ന് നിന്ന ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ എന്തു പറയും? എല്ലാവരും കളിയാക്കി ചിരിക്കില്ലേ? ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് എന്തു മറുപടി നൽകും? പുറത്തിറങ്ങി നടക്കാൻ കഴിയാതെ വരില്ലേ? നീ ഒന്നും ചോദിക്കാനും പറയാനും പോകണ്ട. എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്ക്. ഒരു കുഞ്ഞുണ്ടായ എല്ലാ പ്രശ്നങ്ങളും തീരും. അതുവരെ എൻ്റെ മോള് ക്ഷമിക്ക്. എല്ലാം സഹിച്ച് അതുവരെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്ക്. പിന്നെയും അയാൾ മകളെ ഉപദേശിച്ചു. അച്ഛൻ പറയുന്നത് കേട്ട് അവൾക്ക് വല്ലാതെ സങ്കടം വന്നു. അവൾ കോൾ കട്ടാക്കിയതിനു ശേഷം എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ കുറേ നേരം ഇരുന്നു. കണ്ണീർ തുടയ്ക്കുന്നുണ്ടെങ്കിലും നിൽക്കാതെ അതങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഒടുവിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ എഴുന്നേറ്റ് ചെന്ന് ഷെൽഫിൽ നിന്ന് ഒരു വെള്ള പേപ്പറും പെന്നും എടുത്ത് എഴുതി തുടങ്ങി. നൊന്ത് പ്രസവിച്ച് സ്നേഹിച്ചു വളർത്തിയ മകൾക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുണ്ടാകുന്ന പീഡനങ്ങൾ അറിഞ്ഞിട്ടും മകൾ വീട്ടിൽ വന്നു നിന്നാൽ നാണക്കേടാകൂ എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കൾ എല്ലാ പെൺമക്കൾക്കും ഒരു ശാപമാണ്. തൻ്റെ ഒപ്പം നിന്ന് തന്നെ സഹായിക്കുകയും തനിക്കെതിരെ ഉണ്ടാകുന്ന അനീതിക്കും പീഡനങ്ങൾക്കുമെതിരെ പ്രതികരിക്കുകയും ചെയ്യേണ്ട തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും. അവരാണ് കല്യാണം കഴിപ്പിച്ചു വിട്ട മകൾ വീട്ടിൽ വന്നു നിന്നാൽ നാണക്കേടാകും എന്ന് പറഞ്ഞ് എല്ലാം സഹിക്കാൻ പറയുന്നത്. ഇപ്പോൾ എനിക്ക് ഒരാശ്രയത്തിന് ആരും ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടിലോ സ്വന്തം വീട്ടിലോ ഇപ്പം എനിക്ക് ഒരു സ്ഥാനവും ഇല്ലാതായിരിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് നേടിത്തരാതെ അതിലും മികച്ചൊരു ജീവിതാവോ എന്ന് കരുതി എനിക്ക് നേടിത്തന്ന ഈ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായി കടന്നു വന്ന എനിക്ക് ഒരുപാട് വേദനയും സങ്കടങ്ങളും നിറഞ്ഞ കയപ്പേറിയ ഓർമ്മകൾ മാത്രമാണ് ഉണ്ടായത്. എൻ്റെ ദുരവസ്ഥയിൽ എന്നോടൊപ്പം നിൽക്കേണ്ട മാതാപിതാക്കൾ എല്ലാം സഹിച്ച് ജീവിക്കാനാണ് പറയുന്നത്. എന്നാൽ ഇനിയും സഹിക്കാൻ എനിക്ക് കഴിയില്ല. ഭർത്താവിൻ്റെ കുറ്റപ്പെടുത്തലുകളോ ശാസനയോ അടിയോ ഞാൻ സഹിക്കാം. എന്നാൽ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി അടുപ്പമുള്ളത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. ഭർത്താവിന് മാത്രമല്ല മാതാപിതാക്കൾക്കും എന്നെ വേണ്ടാതായിരിക്കുന്നു. വർണ്ണവിസ്മയമാർന്ന ഈ ലോകത്ത് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി സുഖദുഃഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നതിനായി എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ച എൻ്റെ ദൈവമേ, പെണ്ണായതിൻ്റെ പേരിൽ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും സഹിക്കാനും വിധിക്കപ്പെട്ട ഞാൻ നീ നൽകിയ ഈ കുഞ്ഞു ജീവനെ നിന്നിലേക്ക് തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു. എന്നോട് ക്ഷമിച്ചാലും എന്നൊരു എഴുത്തെഴുതി വെച്ച് അവൾ യാത്രയായി. മകളുടെ മരണവാർത്തയറിഞ്ഞ് ആ മാതാപിതാക്കൾ ഞെട്ടിത്തരിച്ചു നിന്നു. വർഷയുടെ ശരീരത്തിലുണ്ടായിരുന്ന അടിയുടെ പാടുകൾ കണ്ട് ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൻ്റെ പൊന്നുമോളുടെ ചലനമറ്റ ശരീരം വീടിൻ്റെ ഉമ്മറത്ത് കിടത്തിയപ്പോൾ ആ മുഖത്തേക്ക് നോക്കാൻ പോലും ആ അച്ഛന് മടി തോന്നി. മകൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് നൽകാൻ തനിക്കായില്ല. അവളെ സ്നേഹിക്കുന്ന ഒരാളെ വിട്ടുകളഞ്ഞ് പണത്തെ മാത്രം സ്നേഹിക്കുന്ന ഒരാളെ ഭർത്താവായി ഞാൻ കണ്ടെത്തിക്കൊടുത്തു. അവിടെ അവൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ തന്നോട് പറയുന്നത് അവൾക്കവിടെ ഒട്ടും സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ എല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കാനാണല്ലോ ഞാൻ പറഞ്ഞത്. എൻ്റെ മോൾക്ക് ആരുടെയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതില്ല, ആരുടെയും അടിയും കൊള്ളേണ്ടതില്ല. നീ തിരികെ വീട്ടിലേക്ക് വായോ. നല്ലൊരു ജോലി കിട്ടും. അതുകൊണ്ട് നിനക്ക് സുഖമായി അന്തസ്സായി ജീവിക്കാം. ആര് എന്ത് പറഞ്ഞാലും ആരെന്ത് വിചാരിച്ചാലും ഈ അച്ഛന് ഒരു കുഴപ്പമില്ല. നീ നിന്റെ വീട്ടിലേക്ക് പോന്നോ. നിന്റെ അച്ഛനുണ്ട് ഇവിടെ. നീയൊരു മകളായോ സഹോദരിയായോ ഭാര്യയായോ അമ്മയായോ അല്ല. നീയായി ജീവിച്ചാൽ മതി. നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വായോ. നിന്റെ അച്ഛനുണ്ട് നിനക്ക് എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കെൻ്റെ പൊന്നുമോളെ നഷ്ടപ്പെടില്ലായിരുന്നു. അയാളുടെ മനസ്സുരുക്കി. അമ്മ മകളെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അലമുറയിട്ട് കരയുമ്പോൾ അച്ഛൻ മകളുടെ മരണത്തിൽ തനിക്കും പങ്കുണ്ടെന്ന കുറ്റബോധത്തിൽ മനസ്സ് നീറി ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആവാതെ എല്ലാം ഉള്ളിലൊതുക്കി നിന്നു. തൻ്റെ പൊന്നുമോളുടെ അന്ത്യകർമ്മങ്ങൾക്കായി അവളെ കൊണ്ടുപോകുന്നതിനു മുൻപായി ആ അച്ഛൻ അവളുടെ ചലനമറ്റ് തണുത്തുറഞ്ഞു കിടക്കുന്ന ശരീരത്തിനരികിൽ ചെന്ന് അവളുടെ നെറ്റിയിൽ തൻ്റെ ചുണ്ടുകൾ അമർത്തി. ഹൃദയം തകർന്ന് വിതുമ്പിക്കൊണ്ട് അവളുടെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, മോളെ, മാപ്പ്. നിനക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള നിന്റെ ആഗ്രഹം ഇല്ലാതാക്കിയതിൽ വലിയൊരു പങ്ക് ഈ അച്ഛനുണ്ട്. നിന്റെ ഇഷ്ടങ്ങളെ, നിന്റെ ആഗ്രഹങ്ങളെ, നിന്റെ സ്വപ്നങ്ങളെ, നിന്റെ കഷ്ടപ്പാടുകളെ ഒന്നും തിരിച്ചറിയാതെ നിന്നോട് ഞാൻ വലിയ തെറ്റ് ചെയ്തു. എനിക്ക് മാപ്പ് തരൂ. തൻ്റെ മകളുടെ ശരീരത്തിനരികിൽ നിന്നും തന്നെ അടർത്തി മാറ്റി നിർത്തി അവളെയും കൊണ്ട് ആരൊക്കെയോ പോകുന്നത് നോക്കി നിറമിഴികളോടെ അയാൾ അവിടെ തളർന്നിരുന്നു.